നമസ്കാരം, മൈസെൽഫ് ഏഞ്ചല. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നാണ് കരൾ. കരളിനെ ബാധിക്കുന്ന ഒരു സർവ്വസാധാരണമായ രോഗമായി ഇന്ന് ലിവർ സിറോസിസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ലിവർ സിറോസിസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമുക്കൊപ്പം അതിഥിയായി പാലക്കാട് പാൽന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം മേധാവി ഡോക്ടർ ഗോവിന്ദ് കെ പുരുഷോത്തമൻ ചേരുന്നു. നമസ്കാരം ഡോക്ടർ. ഇന്ന് സർവ്വസാധാരണമായി കേൾക്കുന്ന ഒരു വാക്കാണ് ലിവർ സിറോസിസ്. പണ്ടുകാലത്ത് അത് വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് ചെറുപ്പക്കാരിൽ ഉൾപ്പെടെ ഈ രോഗം വ്യാപകമായി കാണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്താണ് ലിവർ സിറോസിസ്? ഒരുപാട് കാരണങ്ങൾ മൂലം ലിവറിന് കേടുപാടുകൾ ഉണ്ടാകാം. ഈ കേടുപാടുകൾ ഒരു കാലയളവിന് മുകളിൽ നിലനിൽക്കുമ്പോൾ, ഈ കേടുപാടുകൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഒരു കാലയളവിന് മുകളിൽ നിൽക്കുമ്പോൾ ലിവറിൻ്റെ പ്രവർത്തനത്തെ അത് പ്രതികൂലമായി ബാധിക്കുകയും അതേസമയം ലിവറിൻ്റെ ഘടനയെ തന്നെ അത് മാറ്റുകയും ചെയ്യും. ഇങ്ങനെ ഘടന മാറി ലിവർ ചുരുങ്ങാൻ തുടങ്ങും. ചുരുങ്ങിക്കഴിഞ്ഞ ലിവറിനെ ചെയ്യാൻ പറ്റാവുന്ന ജോലികൾ ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യത്തെയാണ് നമ്മൾ സിറോസിസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. കരളിന്റെ സിറോസിസിന് കാരണമാകുന്നത് എന്തൊക്കെയാണ്? സിറോസിസ് പല കാരണങ്ങളാലും ഉണ്ടാകാം. ഇതിൽ പ്രധാനമായി നമ്മുടെ ഏരിയയിൽ കണ്ടുവരുന്നത് അമിതമായ മദ്യപാനമാണ്. അതുകൂടാതെ ഹെപ്പറ്റൈറ്റിസ് ബി, സി എന്നീ വൈറസുകളുടെ അണുബാധ മൂലവും ലിവർ സിറോസിസ് ഉണ്ടായതായി കാണുന്നുണ്ട്. അതുകൂടാതെ നമ്മളിൽ വളരെ സാധാരണയായി കണ്ടുവരുന്ന ഫാറ്റി ലിവർ, അത് അതിര് വിട്ട് മൂർച്ഛിച്ചു കഴിഞ്ഞാൽ ഫാറ്റി ലിവർ തന്നെ നോൺ ആൽക്കഹോളിക് സ്റ്റിയാറ്റോ ഹെപ്പറ്റൈറ്റിസ് അങ്ങനെ ഒരു കണ്ടീഷനുണ്ട്. അത് മൂർച്ഛിച്ച് സിറോസിസ് ആവാറുണ്ട്. ചില പ്രത്യേകതരം വിഷാംശമുള്ള കൂണ് കഴിക്കുമ്പോൾ അത് കാരണം ലോങ് ടേമിൽ സിറോസിസ് വന്നതായി പറയുന്നുണ്ട്. അതുകൂടാതെ അനാൽജസിക്സ് അഥവാ നമ്മൾ സാധാരണയായി പനിക്കും മറ്റും വാങ്ങിച്ചു കഴിക്കുന്ന, വേദനയ്ക്കും മറ്റും വാങ്ങിച്ചു കഴിക്കുന്ന വേദനാസംഹാരികൾ, ഈ മരുന്നുകൾ ഒരു പരിധിയിൽ കൂടുതൽ കുറേ കാലം കഴിച്ചു കഴിഞ്ഞാൽ സിറോസിസ് ഉണ്ടാകുന്നതായി പറയപ്പെടാറുണ്ട്. ലിവർ സിറോസിസിന്റെ കാരണങ്ങൾ മനസ്സിലായി. ലിവർ സിറോസിസ് ഉള്ള രോഗിക്ക് ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സിറോസിസിൻ്റെ പ്രാരംഭകാലത്ത് സാധാരണ രോഗലക്ഷണങ്ങളൊന്നും തന്നെ കണ്ടുവരാറില്ല. മിക്കവാറും വേറെ ഏതെങ്കിലും ഒരു രോഗത്തിനായി ഒരു സ്കാൻ ചെയ്യുമ്പോഴാണ് സാധാരണ ലിവർ സിറോസിസ് ഉള്ളതായി കണ്ടുവരാറുള്ളത്. ഇതുകൂടാതെ രോഗലക്ഷണങ്ങൾ വരുമ്പോൾ, രോഗം മൂർച്ഛിച്ച് കഴിയുമ്പോൾ എന്തായാലും രോഗലക്ഷണങ്ങൾ ഉണ്ടാവും. അതിൽ പ്രധാനമായി കണ്ടുവരുന്നതാണ് ജോണ്ടിസ് അഥവാ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്. മഞ്ഞപ്പിത്തം എന്ന് പറയുമ്പോൾ നമ്മുടെ തോല് അല്ലെങ്കിൽ നാക്കിൻ്റെ അടിഭാഗം അല്ലെങ്കിൽ കണ്ണുകൾ, ഇത്രയും ഇടങ്ങളിൽ മഞ്ഞ നിറം കാണുന്നതാണ് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്. സോ ഇത് രോഗികൾ തന്നെ അല്ലെങ്കിൽ രോഗികളുടെ ബന്ധുക്കൾ സാധാരണ തിരിച്ചറിയാറുണ്ട്. ഇത് കൂടാതെ ചിലർക്ക് കറുപ്പ് കളറിൽ മോഷൻ പോകാറുണ്ട്, മലം പോകാറുണ്ട്. ഇതിനാണ് മലീന എന്ന് പറയുന്നത്. ചിലർ രക്തം ഛർദ്ദിക്കാറുണ്ട്. ഇതിനൊക്കെ ഉള്ള കാരണം അന്നനാളം, ആമാശയം, ചെറുകുടൽ എന്നിവിടങ്ങളിലെ രക്തക്കുഴലുകൾ വീർത്ത് പൊട്ടുന്നതാണ് സിറോസിസിൻ്റെ ഭാഗമായിട്ട്. അതുകൂടാതെ ശരീരമാസകലം ലിവർ സിറോസിസ് മൂലം നീർക്കെട്ടുണ്ടാകാം. നീർക്കെട്ടുണ്ടാകുമ്പോൾ വയറ് വീർക്കുകയും രണ്ട് കാലും വീർത്ത് വരികയും അങ്ങനെയുള്ളൊരു പ്രതിഭാസം കണ്ടുവരാറുണ്ട്. ഇത് കൂടാതെ ചിലർ അബോധാവസ്ഥയിലേക്ക് പോകാം. ചിലർക്ക് നെഞ്ചിലുള്ള രോമം പെട്ടെന്ന് കുറയുന്നതായി കണ്ടുവരാറുണ്ട്. ചിലർക്ക് ആണുങ്ങൾക്ക് സ്ത്രീകൾക്കുള്ള മാതിരി സ്തനങ്ങൾ വളർന്നു വരുന്നതായി കണ്ടുവരാറുണ്ട്. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ സിറോസിസ് മൂർച്ഛിക്കുമ്പോൾ കണ്ടുവരാറുള്ള രോഗലക്ഷണങ്ങൾ. സിറോസിസ് രോഗം തടയാൻ സാധിക്കുമോ? എന്തൊക്കെ മുൻകരുതലുകളാണ് രോഗം തടയാൻ നമ്മൾ എടുക്കേണ്ടത്? സിറോസിസ് വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്ന് നമ്മൾ പറയുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വരുന്നത് ജീവിതശൈലി മാറ്റുക എന്നുള്ളത് തന്നെയാണ്. ജീവിതശൈലി എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മദ്യപാനമാണ്. മദ്യപാനം റെഗുലറായി ചെയ്യുന്ന ഒരാൾ മദ്യപാനത്തിൻ്റെ അളവ് ശരിക്കും കുറയ്ക്കുക, മദ്യപാനം എടുക്കുന്ന തവണകൾ വളരെ കുറയ്ക്കുക, അല്ലെങ്കിൽ മദ്യപാനം നിർത്തുക. അതല്ലാതെ വേറൊരു കാര്യം ഫാറ്റി ലിവറാണ്. ഫാറ്റി ലിവറിന് കാരണമാകുന്ന ഭക്ഷണ രീതികൾ മാറ്റുക എന്നുള്ളതാണ് അടുത്തതായി ചെയ്യാനുള്ളത്. ഭക്ഷണ രീതികളെന്ന് പറയുമ്പോൾ നമ്മൾ ഒരേ നേരം ഒരുപാട് ഭക്ഷണം കഴിക്കാതെ അതിനെ ഡിവൈഡ് ചെയ്ത് പല തവണകളായി കഴിക്കാൻ ശ്രദ്ധിക്കുക. ഒരു 5-6 നേരമായി ഭക്ഷണം ഡിവൈഡ് ചെയ്ത് കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുകൂടാതെ നമ്മൾക്ക് പ്ലെയിൻ കാലറീസ് തരുന്ന യൂഷ്വൽ കൊക്കക്കോള, പെപ്സി അങ്ങനെയൊക്കെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സും അതുകൂടാതെ മധുര പലഹാരങ്ങളും ഇവ പൂർണ്ണമായും ഒഴിവാക്കാനോ അല്ലെങ്കിൽ ഇവയുടെ ഉപയോഗം വളരെ കുറയ്ക്കാനോ ശ്രദ്ധിക്കുക. അതുകൂടാതെ ഒരു 2.5 ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കാൻ ശ്രദ്ധിക്കുക. കൂടാതെ ഡെയിലി ഒരു 10,000 സ്റ്റെപ്പെങ്കിലും നടക്കുക. ഒരു അരമണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ ദേഹമനങ്ങിയുള്ളൊരു വ്യായാമം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതുകൂടാതെ പാരസിറ്റമോൾ അല്ലാതെ ബാക്കിയുള്ള വേദനാ സംഹാരികൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വെളിയിൽ നിന്ന് വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക.
ഒരളവിനപ്പുറം ഉള്ള വേദനാസംഹാരിയുടെ ഉപയോഗം, അതും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെയാണെങ്കിൽ, ഇതും ലിവറിൻ്റെ ഫംഗ്ഷനെ പ്രതികൂലമായി ബാധിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. സിറോസിസ് കാരണം ഒരു രോഗിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? സിറോസിസ് കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകാം. അതിൽ പ്രധാനമായും ഉണ്ടാകുന്നത് മഞ്ഞപ്പിത്തമാണ്. ഇത് കൂടാതെ ശരീരമാകെയുള്ള നീർക്കെട്ട്, വയറ് വീർക്കുക, 2 കാലും വീർത്ത് വരിക, ഇത് കൂടാതെ അബോധാവസ്ഥയിലെത്തുക, മലം കറുപ്പ് കളറിൽ പോവുക, അതായത് മലത്തിലൂടെ രക്തം പോവുക, രക്തം ഛർദ്ദിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ സിറോസിസ് കാരണം ഉണ്ടാകാം. സിറോസിസ് മൂലം ക്യാൻസർ വരാമോ? തീർച്ചയായും. ലിവർ സിറോസിസ് ഉള്ളവർക്ക് ലിവറിൻ്റെ ക്യാൻസർ അഥവാ ഹെപ്പാറ്റോസെല്ലുലാർ കാർസിനോമ എന്ന് പറയുന്ന രോഗം വരാനുള്ള സാധ്യത സാധാരണ സിറോസിസ് ഇല്ലാത്തവരെക്കാളും എത്രയോ മടങ്ങ് അധികമാണ്. ലിവർ സിറോസിസും അതിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ചും അടുത്ത ഭാഗത്തിൽ തുടരുന്നതാണ്. നന്ദി.